നഗരം വെള്ളത്തിൽ മുങ്ങി. ചാല മാർക്കറ്റിൽ കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളുമായിട്ട് തിരുവനന്തപുരത്ത് കനത്ത മഴയായിരുന്നു പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം സാഹചര്യത്തിൽ ചാല മാർക്കറ്റിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കടകളിലെല്ലാം വെള്ളം കയറിയ അവസ്ഥകളാണ്. അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിനോട് അടുത്തുള്ള ചേർന്ന ആ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറിയ സ്ഥിതിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ ആ വെള്ളത്തിലൂടെയാണ് നടന്നു വരുന്നത്. അത്തരത്തിൽ വലിയൊരു അവസ്ഥ തന്നെയാണ് ഈ ഒരു ചാല മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പം നമ്മോടൊപ്പം ഇവിടെയുള്ള കുറച്ച് പ്രദേശവാസികൾ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ വെള്ളക്കെട്ട് എല്ലാ പ്രാവശ്യം ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണോ? ഇപ്പം ഈ ചതിയാണ് ഈ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സർക്കാർ. ഈ തോണ്ടി വാരി ഇട്ടതിൻ്റെ പേരില ഇത്രയും വെള്ളക്കെട്ട്. പണ്ടുണ്ടായിരുന്ന വെള്ളക്കെട്ട് കണക്കിലെടുത്താൽ ഇത് എപ്പോഴേ താന്നു പോകുന്ന സമയം കഴിഞ്ഞു. ഇതിപ്പോൾ ഭയങ്കര ഒരു വൻ ചതിയാണ്. ചെയ്യേണ്ട സമയത്ത് ചെയ്തെന്ന് തീർക്കുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ഇപ്പോഴീ മഴ വന്നപ്പോഴത്തേക്ക് ഒരു 5 പേര് പണി ചെയ്ത സ്ഥലത്ത് 25 പേരെ കൊണ്ടങ്ങ് ഇറക്കി. ഈ മഴയത്ത് ഇറക്കിയിട്ട കാര്യം എന്താ? അത് നേരത്തെ ചെയ്തുകൂടായിരുന്നു അവർക്ക്. ഈ വെള്ളക്കെട്ടൊക്കെ ഇത്രയും സമയമൊന്നും കൂടെ നിലനിൽക്കില്ല, ഉറപ്പായ കാര്യമാണത്. ഇപ്പോൾ വൻ ചതിയാണ്. ഈ പണി എടുത്തവരായാലും കോൺട്രാക്ടറായാലും ഇത് ആര് പണി ചെയ്യാൻ അനുവാദം കൊടുത്തവരായാലും അത് വൻ ചതിയാണ് ഇപ്പോൾ സിറ്റിക്കകത്ത് ചെയ്യുന്നത്. ചാല മാർക്കറ്റിലെ മൊത്തം 1700 കടകൾ എല്ലാം ബന്ദിയാണെന്ന്. എല്ലാവരും കഷ്ടപ്പെടുക. തൊഴിലാളികൾ മൊത്തം തെണ്ടിത്തിരിയുക. ഒരു തൊഴിലിനോ ഒരു ലാറിക്കോ ഒരു വണ്ടിക്കോ വരാൻ നിവർത്തിയില്ല. നഗരസഭയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നതും. നമ്മുടെ കൂടെ വേറെ ചേട്ടനുണ്ട്. ചേട്ടാ, എന്തായിരുന്നു ഇപ്പോൾ ഒരു കടകളിലെല്ലാം വെള്ളം കയറിയ അവസ്ഥയാണ്? കടലെല്ലാം വെള്ളം കയറാണ്. ഈ പണി ഇപ്പം തീരുക. നേരത്തെ ഒരു 6 മാസം മുമ്പ് ആണെങ്കിൽ ഈ പണിയിൽ കംപ്ലീറ്റ് തീരുന്ന തന്നെ. ഈ മഴ സമയത്ത് കൊണ്ട് വെച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇത് പെട്ടെന്നുള്ള കണ്ടില്ല, കംപ്ലീറ്റ് അവിടെ ആറ്റോപോലെ പോണ റോഡ് ചാല കമ്പാളം കംപ്ലീറ്റ് വെള്ളമാണ്. ഈ മഴ സമയത്തൊന്നും മാത്രമല്ല, ഈ മഴ സമയം ഇല്ലാതിരുന്ന സമയത്ത് ഒരു പണി തുടങ്ങിയ സമയത്ത് 4 മാസങ്ങൾക്ക് പുറത്തായി ഈ പണി തുടങ്ങിയിട്ട് അതൊന്ന് സ്മാർട്ടായിട്ട് അവർ പണിഞ്ഞിരുന്നുവെങ്കിൽ ഈ പണി ഇപ്പം തീർന്നനെ. ശരി, ഏതായാലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. അർച്ചന രവീന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ചാല മാർക്കറ്റിൽ ഉൾപ്പെടെ.